ഇന്ത്യക്ക് നിങ്ങൾ നൽകുന്ന നക്കാപ്പിച്ച പൈസ വേണ്ട. കുറച്ച് പണം തന്ന് വികസ്വര രാജ്യങ്ങളെ ഒതുക്കാനുള്ള ശ്രമത്തിനെതിരെ മോദി നിലപാടെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ $300 ബില്യൺ ഓഫർ ഇന്ത്യ വേണ്ടെന്ന് വെച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ലോകത്തിന്റെ പോരാട്ടത്തിന് ഇത്രയും ചെറിയ തുകയിട്ട വികസിത രാജ്യങ്ങളോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു ഇന്ത്യ. ഇത്രയും ഭീമമായ തുക എന്തിനാണ് ഇന്ത്യ വേണ്ടെന്ന് വെച്ചത്? നമുക്ക് പരിശോധിച്ച് നോക്കാം. COP29 എന്ന മീറ്റിംഗ് നടന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. 29 രാജ്യങ്ങളുടെ മീറ്റിംഗ് ആണ് കഴിഞ്ഞ ദിവസം നടന്നത്. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ COP29 ഉച്ചകോടി അംഗീകരിച്ച ഗ്ലോബൽ സൗത്തിന് $300 ബില്യൺ പുതിയ കാലാവസ്ഥാ ധനകാര്യ കരാറാണ് ഇന്ത്യ നിരസിച്ചത്. സാമ്പത്തിക പാക്കേജ് അംഗീകരിച്ചതിന് ശേഷമായിരുന്നു ഇന്ത്യ എതിർപ്പ് പ്രകടമാക്കിയത്. വലിയ പദ്ധതിക്ക് തുച്ഛമായ തുകയാണ് ഇപ്പോൾ അനുവദിച്ചതെന്നും ഈ പ്രവണത ഇന്ത്യ അടക്കം ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ അപമാനിക്കുന്നതാണെന്നുമായിരുന്നു ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയുടെ പ്രതിനിധി ചാന്ദിനി റെയ്ന ഡെവലപ്ഡ് രാജ്യങ്ങളുടെ ഈ നീക്കത്തിൽ കടുത്ത നിരാശയാണ് പ്രകടിപ്പിച്ചത്. വികസിത രാജ്യങ്ങൾ അവരിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള വിമുഖത വ്യക്തമാക്കുന്ന ഇത്തരം നിലപാടുകൾ ഏറെ നിരാശാജനകമാണെന്നായിരുന്നു റെയ്ന പറഞ്ഞത്. കരാർ അംഗീകരിക്കുന്നതിന് മുൻപ് പ്രതിനിധി സംഘത്തെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്ന് ഉച്ചകോടിയുടെ സമാപന പ്ലീനറി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ സാമ്പത്തികകാര്യ വകുപ്പ് ഉപദേഷ്ടാവായ റെയ്ന ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രമാണം ഒരു ഒപ്റ്റിക്കൽ മിഥ്യാധാരണയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറയുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ഇത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ നാം എല്ലാവരും നേരിടുന്ന വെല്ലുവിളിയുടെ ബൃഹത്തായ വശത്തെ അഭിസംബോധന ചെയ്യുന്നില്ല. അതിനാൽ ഈ രേഖ സ്വീകരിക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നായിരുന്നു അവരുടെ വാക്കുകൾ. $300 ബില്യൺ എന്ന തുക എത്രയോ കുറവാണ്. വികസ്വര രാജ്യങ്ങളുടെ ആവശ്യങ്ങളും മുൻഗണനകളും പരിഗണിക്കാതെയാണ് ഇത്തരമൊരു തുകയിലേക്ക് വലിയ രാജ്യങ്ങൾ എത്തിച്ചേർന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കണക്കിലെടുക്കാതെ CBDR, ഇക്വിറ്റി എന്നിവയുടെ തത്വവുമായി ഒട്ടും പൊരുത്തപ്പെടാത്ത ഒരു തീരുമാനമാണിതെന്നും റെയ്ന കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്ത്യ ഈ വിഷയത്തിൽ വളരെ അസന്തുഷ്ടരാണ്. ഈ പ്രക്രിയയിൽ നിരാശരാണ്. ഈ അജണ്ട സ്വീകരിക്കുന്നതിൽ എതിർപ്പുണ്ട് എന്നായിരുന്നു അവരുടെ വാക്കുകൾ. $300 ബില്യൺ കാലാവസ്ഥാ സാമ്പത്തിക പാക്കേജ് ഒരു തമാശയാണെന്നാണ് ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് നൈജീരിയ പറയുന്നത്. നൈജീരിയയ്ക്ക് പുറമെ മലാവിയും ബൊളീവിയയും ഇന്ത്യക്ക് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കരാർ വ്യവസ്ഥ ചെയ്യുന്നത് പ്രകാരം 2035 പ്രതിവർഷം $300 ബില്യൺ നൽകണമെന്നാണ്. 2020 കാലാവസ്ഥാ ധനകാര്യത്തിൽ പ്രതിവർഷം $100 ബില്യൺ നൽകാനുള്ള സമ്പന്ന രാജ്യങ്ങളുടെ പ്രതിജ്ഞാബദ്ധത വർദ്ധിപ്പിക്കും. ഈ ലക്ഷ്യം 2 വർഷം വൈകിട്ടാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് പോലും. അടുത്ത വർഷത്തെ കാലാവസ്ഥാ ഉച്ചകോടിയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളിൽ അടുത്തുണ്ടായ മാറ്റങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 2025 ഉച്ചകോടിക്ക് ബ്രസീൽ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഇടയായതും. വ്യാവസായിക രാജ്യങ്ങളുടെ സാമ്പത്തിക ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ കാതൽ ഉച്ചകോടി മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ് ഹരിതഗൃഹവാതക ഉദ്വമനത്തിന്റെ കാരണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ പോലും ഈ തുകയിലൂടെ സാധിക്കുന്നില്ലെന്നാണ് ഇന്ത്യയുടെ പക്ഷം. കടുത്ത ആഭ്യന്തര ബജറ്റുകളാൽ തന്നെ ഞെരുങ്ങിയ സമ്പന്ന ഗവൺമെന്റുകൾക്കും കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവയുടെ ചെലവുകളിൽ നിന്ന് വീർപ്പുമുട്ടുന്ന വികസ്വര രാജ്യങ്ങൾക്കുമിടയിൽ ഈ തുക വലിയ വിടവാണ് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ചർച്ചകൾ വെള്ളിയാഴ്ച അവസാനിക്കേണ്ടതായിരുന്നുവെങ്കിലും 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമവായത്തിലെത്താൻ പാടുപെടുന്നതിനാൽ അധിക സമയത്തേക്ക് കടക്കുകയായിരുന്നു. ചില വികസ്വര രാജ്യങ്ങൾക്കും ദ്വീപ് രാഷ്ട്രങ്ങൾക്കും കടുത്ത നിരാശയിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത്. അതായത് ഈ COP29 ഇവരുടെ നിലപാട് വളരെ നിരാശാജനകമായിരുന്നു എന്നതാണ് വികസ്വര രാജ്യങ്ങളുടെ പക്ഷം. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ മേധാവിയായ സൈമൺ സ്റ്റീൽ കരാറിലേക്ക് നയിച്ച പ്രയാസകരമായ ചർച്ചകളെ അംഗീകരിച്ചുവെങ്കിലും ആഗോള താപനത്തിനെതിരായ മനുഷ്യരാശിയുടെ ഇൻഷുറൻസ് പോളിസിയെ ഫലത്തിൽ പ്രശംസിച്ചാണ് സംസാരിച്ചത്. ഇതൊരു ദുഷ്കരമായ യാത്രയാണ്, പക്ഷേ ഞങ്ങൾ ഒരു ഡീൽ ഡെലിവർ ചെയ്യാണ്. ഈ കരാർ ശുദ്ധമായ ഊർജ്ജ കുതിപ്പ് വർദ്ധിപ്പിക്കുകയും കോടിക്കണക്കിന് ജീവൻ സംരക്ഷിക്കുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പാശ്ചാത്യ രാജ്യങ്ങളോട് ഈ വിഷയത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. $300 ബില്യൺ വാഗ്ദാനം ചെയ്തിട്ടും നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ടാണ് ആ തുക ആവശ്യമില്ലെന്ന് പറഞ്ഞത്? വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ച് വികസിത രാജ്യങ്ങളുടെ സ്വാർത്ഥ താൽപര്യം മാത്രം സംരക്ഷിച്ച് നടപ്പിലാക്കിയ ഈ നടപടിയിൽ ഇന്ത്യ വ്യക്തമായിട്ട് തങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. തരാമെന്ന് നേരത്തെ പറഞ്ഞ തുകയുടെ 7 അകലത്ത് പോലും എത്താത്ത ഈ തുച്ഛമായ തുക തന്ന് ഇന്ത്യ അടക്കം മറ്റ് രാഷ്ട്രങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് വികസിത രാജ്യങ്ങളെന്നാണ് ഇന്ത്യയുടെ പക്ഷം.
കാലാവസ്ഥാ വ്യതിയാനം എന്ന വലിയ വിപത്തിനോട് പൊരുതാൻ ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളെയും പ്രാപ്തമാക്കാൻ $300 മില്യൺ മതിയാകില്ല. ചിലപ്പോൾ ഇത് കേട്ട് നമുക്ക് തോന്നാം $300 ബില്യൺ എന്നത് വലിയ തുകയാണല്ലോ, ചില രാജ്യങ്ങളുടെ GDP തുകയാണ് ഇതെന്നുമൊക്കെ. നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതൊക്കെ തന്നെയാകും. അപ്പോൾ ഇത്രയും തുക എങ്ങനെ ഒരു ചെറിയ തുകയാകുമെന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരിക. അപ്പോൾ ഇവിടെ ഇന്ത്യ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിയണ്ടേ? പറയാം. ആദ്യം ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞു തരാം. നമ്മുടെ ലോകത്ത് എത്രത്തോളം രാജ്യങ്ങളുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ? ഈ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാൻ സാധിക്കുകയുള്ളൂ. $300 ബില്യൺ ഒരു രാജ്യത്തിന് അനുവദിച്ച തുകയല്ല, ഈ രാജ്യങ്ങൾക്ക് ആകെ അനുവദിച്ച ആകെ തുകയാണ് ഇത്. ഇവിടെ ഇന്ത്യക്ക് വേണ്ടത് $1.3 ട്രില്യൺ ആണ്. വികസിത രാജ്യങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങൾക്ക് $1.3 ട്രില്യൺ എല്ലാ വർഷവും അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. കാലാവസ്ഥാ വ്യതിയാനവുമായി ലോകരാജ്യങ്ങൾ കാര്യമായ ഒരു പോരാട്ടത്തിന് മുതിരുകയാണെങ്കിൽ ഇത്രയും പണത്തിന്റെ ആവശ്യകതയുണ്ടെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. ഇപ്പോൾ പറഞ്ഞ തുക കേവലം പ്രഹസനമാണെന്നാണ് ഇന്ത്യ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇവിടെ ഇന്ത്യക്കുണ്ടായ ദേഷ്യം വളരെ ജെനുവിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2009 ആദ്യമായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് പോരാടാനുറച്ച് വികസിത രാജ്യങ്ങൾ മുന്നോട്ട് വന്നത്. ഈ വിഷയത്തിൽ ആദ്യം തന്നെ ഇൻഡസ്ട്രിയലായ രാജ്യങ്ങൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളത്. അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം അവർ വികസിത രാജ്യങ്ങളാണ്. അവർ എല്ലാ തരത്തിലും വികസിച്ച അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പുരോഗമനം ഒരുപാട് കൈവരിച്ച രാജ്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതുകൊണ്ട് തന്നെ എന്നാൽ വികസ്വര രാജ്യങ്ങൾക്ക് മേലെ എല്ലാ കുറ്റങ്ങളും ചാർത്തിയിട്ട് എല്ലാത്തിൻ്റെയും കാരണം വികസ്വര രാജ്യങ്ങളാണ് എന്ന നിലപാട് ഈ രാജ്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്നത് മുഴുവൻ ഇക്കാര്യങ്ങളാണ്. അവർ ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിനെ വളരാൻ അനുവദിക്കാത്ത ഒരു വിഷയമായിട്ടാണ് അവർ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അടയാളപ്പെടുത്തുന്നത്. വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ വളർന്ന രാജ്യങ്ങൾ ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും നിർണായകമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേസമയം മൂന്നാം ലോക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഇന്ത്യയും നമ്മുടെ അയൽരാജ്യമായ ചൈനയും ഒക്കെ തന്നെ അടുത്ത കാലത്താണ് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കടന്നു ചെല്ലുന്നത് പോലും. എന്നാൽ ആഗോളതലത്തിൽ ഇവരിപ്പോൾ കുറ്റം പറയുന്നത് മുഴുവൻ വികസ്വര രാജ്യങ്ങളെ മാത്രമാണ്. വികസിത രാജ്യങ്ങൾ ഈ വിഷയത്തിൽ പിശുക്കു കാണിക്കുകയും ലോകത്തോട് വലിയ നീതികേട് ചെയ്യുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ ഉടനെ തന്നെ ആഗോളതാപനം വർദ്ധിക്കുകയും അത് സമുദ്രങ്ങളെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങുകയും ചെയ്യും. ആർട്ടിക്, അന്റാർട്ടിക് മേഖലയിലെ മഞ്ഞുരുക്കത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുക. ഞാനൊരു മാപ്പ് കാണിക്കാം. ഇതാണ് ആ മാപ്പ്. ഇതിൽ ഈ നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വികസിത രാജ്യങ്ങളെയാണ്. ഇവരാണ് ഈ $300 ബില്യൺ വാഗ്ദാനം ചെയ്ത രാജ്യങ്ങൾ. ഇനി അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാനുണ്ട്. അതായത് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ നൽകിയ പല വാഗ്ദാനങ്ങളും ഞാൻ ആ സ്ഥാനത്തെത്തുന്നതോടെ അവസാനിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. താൻ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി 10 പൈസ പോലും അമേരിക്ക തരില്ലെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. COP29 ഉച്ചകോടിയിൽ വാക്ക് നൽകിയതും ജോ ബൈഡൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ട്രംപ് ഇവിടെ അധികാരത്തിലെത്തുന്നതോടെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകും. അമേരിക്കയുടെ പണം മറ്റ് രാജ്യങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനല്ല എന്നും അത് അമേരിക്കൻ ജനതയുടേത് മാത്രമാണെന്നുമാണ് ട്രംപിന്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ബൈഡന്റെ ഇത്തരം തീരുമാനങ്ങളെയൊക്കെ തന്നെ അപ്പാടെ മറക്കാൻ ട്രംപിന് വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ $300 ബില്യൺ എന്ന പ്രഖ്യാപനം ഒരു പ്രഹസനം മാത്രമാണെന്ന യാഥാർത്ഥ്യമാണ്. ഈ വിഷയം നന്നായി മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ഇത്തരമൊരു നിലപാട് എടുത്തതും. ഇന്ത്യക്ക് ഈ വിഷയത്തിൽ വികസിത രാജ്യങ്ങൾ കാണിക്കുന്ന നിഷ്ക്രിയത്വത്തിൽ വളരെ വിഷമവുമുണ്ട്. യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു ഫണ്ട് സ്വരൂപിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അമേരിക്കയുടെ പങ്കാളിത്തമില്ലാതെ അത് നടപ്പിലാക്കുക എന്നത് നടക്കാത്ത ഒരു കാര്യം കൂടിയാണ്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് അമേരിക്ക അടക്കം ഈ തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടത്. ട്രംപിന്റെ വരവോടെ ഇത്തരം വിഷയങ്ങളോടുള്ള അമേരിക്കയുടെ സമീപനം തന്നെ മാറും. 2009 മുതൽ പഠനവും പരിഹാരങ്ങളും എഴുതപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും മാത്രം ചെയ്യുന്ന കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങളോടുള്ള വികസിത രാജ്യങ്ങളുടെ സമീപനത്തിലെ അതൃപ്തിയാണ് ഇതിലൂടെ ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാർബണിന്റെ പുറന്തള്ളലാണ് ആഗോള താപനത്തിന് ആക്കം കൂട്ടുന്നതെന്ന് പറഞ്ഞ് എല്ലാ കുറ്റവും വികസ്വര രാജ്യങ്ങളുടെ മേലെ ഇടാനുള്ള വികസിത രാജ്യങ്ങളുടെ സമീപനം പോലും ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യ ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.